ഇനി നമ്മൾ മറ്റു വാർത്തയിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ചും വലിയ വിജയം നേടി മുഖ്യമന്ത്രി നിർണയത്തിൽ കുരുങ്ങിയ കോൺഗ്രസിന് മുന്നിൽ മന്ത്രിസഭാ രൂപീകരണവും വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ തിരക്കിട്ട ചർച്ചകളുമായി കോൺഗ്രസ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും എന്ന് തീരുമാനിച്ചതോടെ വലിയൊരു കീറാമുട്ടി അവർ കടന്നു. അതുപോലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനം വകുപ്പ് കയ്യിൽ വയ്ക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും പരിചയവും ഒക്കെ തന്നെ ഇതിന് ഉപയോഗിക്കാൻ കഴിയും എന്ന നില കൂടി വരുന്നു. 8 പേരാണ് നിലവിൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ കൂടാതെ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, M ലിജു, PC വിശ്വനാഥ്, ബിന്ദു കൃഷ്ണ, ചാണ്ടിയുമ്മൻ എന്നിവർ മന്ത്രിസഭയിലെത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞു. വി ഡി സതീശൻ ക്യാബിനറ്റിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാകുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. അതേസമയം ഒരു മന്ത്രിയും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും നൽകാമെന്ന കോൺഗ്രസ് ഫോർമുലയ്ക്ക് വഴങ്ങില്ല എന്ന നിലപാടിലാണ് PJ ജോസഫും കേരള കോൺഗ്രസ് ജോസഫ് ആകും. ഷിബു ബേബി ജോണും CP ജോണും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം നൽകുന്നതിൽ ഇപ്പോഴും തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ഒരു ടൈം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുന്നുണ്ടെങ്കിലും മാണി സി കാപ്പൻ അതിന് വഴിപ്പെടില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരികയാണ്. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഗോപികൃഷ്ണൻ ഇനി തീരാൻ തോന്നുന്നു. പക്ഷേ അത് വലിയ കാര്യമാണ്, കാരണം ഇനി മന്ത്രിസ്ഥാനമില്ല. അതെ, അല്ല SK, എനിക്ക് തോന്നുന്നു ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഈ തർക്കവും പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിച്ചു എന്നാണ് തോന്നുന്നത്. കാരണം ഇനി 1-2 പേരുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനേ ഉള്ളൂ. അതിലിപ്പോൾ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്ന 2 പേരിൽ ഒരാൾക്ക് ബർത്ത് കിട്ടുമോ? പിന്നെ KC ജോസഫ് എന്തായാലും മന്ത്രിയാവുന്ന രാവിലെ തന്നെ ഏതാണ്ട് ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ IC ബാലകൃഷ്ണൻ പുറത്തായിരിക്കും. ICയും കൂടെ വേണം, കാരണം IC പട്ടിക വകുപ്പിൽ മന്ത്രിയാകണം എന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ സന്ദർഭവശാൽ എല്ലാവർക്കും ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ സൂത്രശാലിത്വം ഉള്ളതുകൊണ്ട് ഡൽഹിയിലേക്ക് തന്നെ ഒരു സന്ദേശമൊക്കെ അയച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് എൻ ശക്തനില്ല. എൻ ശക്തന്റെ പേര് നമ്മൾ ഇതിൽ കണ്ടില്ല. ഈ പട്ടികയിൽ അദ്ദേഹം ഇതിനകത്ത് ഉണ്ടാകും എന്ന് കരുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ പേര് കണ്ടില്ല. പിന്നെ ഈ ഷാനിമോൾ ഉസ്മാന്റെ കാര്യം നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിൽ വി ഡി സതീശൻ അങ്ങനെ ഷാനിമോൾ ഉസ്മാൻ കൂടി ഈ മന്ത്രിസഭയിൽ വേണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആകെ ഒരു വനിതാ അംഗം മാത്രമാണുള്ളത്, ബിന്ദു കൃഷ്ണ മാത്രമാണ്. അത് ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ SK, എനിക്ക് ഒരു കാര്യം പറഞ്ഞില്ല, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ആ ക്ലെയിം വളരെ ന്യായമാണെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം 8 സീറ്റിൽ അവർ മത്സരിച്ചു. അവർക്ക് യഥാർത്ഥത്തിൽ 10 സീറ്റുണ്ട്. ഇടുക്കിയും ഏറ്റുമാനൂരും അവർ വിട്ടുകൊടുത്തു. അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പോൾ സത്യത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾ ജയിക്കുമായിരുന്നു അവിടെ ആ സീറ്റിൽ ഞങ്ങൾ, അങ്ങനെയാണ് ഞങ്ങൾക്ക് 9 കിട്ടും. അപ്പോൾ അവരുടെ ക്ലെയിം വളരെ ന്യായമാണെന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായുണ്ട്. കാരണം ഒരു മന്ത്രി, കാരണം ഒറ്റ MLA ഉള്ള കക്ഷിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം തന്നുകൂടാ എന്ന നമ്മുടെ ജോസഫ് സാറിന്റെ ആവശ്യം വളരെ ന്യായമാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ആ രീതിയിൽ അത് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മന്ത്രി സാറ് പറയുന്നത് അവിടെ 2 അടുത്ത് ജോസഫ് ഗ്രൂപ്പിനെ മത്സരിപ്പിച്ചെങ്കിൽ പാട്ടും പാടി ജയിച്ചേനെ എന്ന് അദ്ദേഹം പാട്ടും പാടി ജയിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ മോൻസ് ജോസഫും പിന്നെ അബു ജോൺ ജോസഫുമായിരിക്കും മന്ത്രിമാരാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കാൽക്കുലേഷൻ അദ്ദേഹത്തിനുണ്ട്. മകൻ ആദ്യമായി അവിടെ ഇരിങ്ങാലക്കുട തോമസ് ഉണ്ണിയാടൻ വളരെ ശക്തമായ സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നുണ്ട്. പക്ഷേ അബു ജോസഫ് നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ണിയാടൻ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. പിന്നെ SK, ലീഗിന്റെ കാര്യത്തിലും പൂർണ്ണമായ വ്യക്തത ആയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു 5 മന്ത്രിമാർ എന്നാണ് പറഞ്ഞത്. PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അതിൽ പാറക്കൽ അബ്ദുള്ള ഉണ്ട്, N ഷംസുദ്ദീൻ ഉണ്ട്, പിന്നെ KM ഷാജിയും ഉണ്ട് എന്ന് പറയുന്നു, പിന്നെ അബ്ദുൾ ഗഫൂറാണ്. അവിടെ AKM അഷ്റഫിനെ കൂടി പരിഗണിച്ച് ഒരാളുടെ കാര്യത്തിൽ, അതായത് അബ്ദുൾ ഗഫൂറും AKM അഷ്റഫും 2 ടേമായി കൊടുക്കുന്ന കാര്യമൊക്കെ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്നു. അതിൽ തീരുമാനമായോ എന്നറിയില്ല. കാരണം PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് ഇനി ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നാളെ വേണ്ടി വന്നാൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുമെന്നാണ്. അപ്പോൾ അവിടെ ഒരു അവ്യക്തത ഉണ്ടെന്ന് നമുക്കൊരു സൂചന. മാത്രമല്ല PK ബഷീർ നിലപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെയും തൃപ്തിപ്പെടുത്തേണ്ട സമയം വേണം അവർക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.